മഞ്ചാടിക്കാട്ടിൽ വസന്തകാലമാണ്. ധാന്യങ്ങളും കായ്കനികളും ധാരാളമുള്ള കാലം. ആ വലിയ മരം കണ്ടോ നിങ്ങൾ? ആ മരത്തിന് താഴെയാണ് നമ്മുടെ പക്രുവണ്ണാന്റെ വീട്. പക്രുവണ്ണാൻ ധാന്യങ്ങൾ ശേഖരിക്കുകയാണ്. ധാരാളം ഭക്ഷണം പുറത്തുള്ളപ്പോൾ എന്തിനാണ് ഈ ശേഖരണം? ഇനി മഞ്ഞുകാലമാണ്. പുറത്തു പോയി തീറ്റ തേടാൻ കഴിയില്ല. നാളത്തേക്കുള്ള കരുതലാണ്. പക്ഷേ ഈ സമയത്ത് മറ്റു മൃഗങ്ങൾ അവർക്ക് കിട്ടിയ ഭക്ഷണം മുഴുവൻ കഴിച്ച് കൂട്ടുകാരുമൊത്ത് കളിച്ച് രസിച്ചാഘോഷിച്ചു. അവർ പക്രുവണ്ണാനെ കളിയാക്കി. നാണമില്ലേ നിനക്ക്? കളിച്ചു രസിച്ച് നടക്കുന്നതിന് പകരം അവൻ അധ്വാനിക്കുന്നു. പക്രുവണ്ണാൻ അവരോടായി പറഞ്ഞു, മഞ്ഞുകാലമാണ്. ധാന്യങ്ങൾ ശേഖരിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അവരുണ്ടോ പക്രുവണ്ണാന്റെ വാക്ക് കേൾക്കുന്നു? പക്രുവണ്ണാൻ തന്റെ അധ്വാനം തുടർന്നു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മഞ്ഞുകാലം വന്നു. കാട്ടിലെങ്ങും കൊടും തണുപ്പായി. എങ്ങും ഭക്ഷണം കിട്ടാനില്ല. മൃഗങ്ങൾ തീറ്റ കിട്ടാനില്ലാതെ വലഞ്ഞു. അതേസമയം നമ്മുടെ പക്രുവണ്ണാന് ദുഃഖിക്കേണ്ട അവസ്ഥ വന്നില്ല. ധാരാളം ഭക്ഷണം പക്രുവണ്ണാന്റെ പക്കലുണ്ടായിരുന്നു. കാട്ടിലെ മൃഗങ്ങൾ ഒരു വഴിയുമില്ലാതെ പക്രുവണ്ണാനോട് അവരെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. നല്ലവനായ പക്രുവണ്ണാൻ മൃഗങ്ങളെ രക്ഷിക്കാൻ തീരുമാനിച്ചു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും താമസിക്കാനുള്ള സ്ഥലവും പക്രുവണ്ണാൻ കൊടുത്തു. ആ മഞ്ഞുകാലം മുഴുവൻ അവർ ഒരുമിച്ച് സന്തോഷത്തോടെ താമസിച്ചു. അങ്ങനെ മഞ്ഞുകാലം മാറി. മൃഗങ്ങൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അവർ അധ്വാനശീലരായി മാറി.